പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂലൈ മാസത്തിൽ ഇന്ന് ഭരണസമിതി ആകെ പിരിച്ചുവിടാൻ നിർബന്ധിതരായ സംഘടന AMMയുടെ ഒരു ജനറൽ ബോഡി യോഗത്തിന് ശേഷം നടന്ന വാർത്താസമ്മേളനം. സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലും താഴേക്കും മമ്മൂട്ടി അങ്ങ് മുകളിലേക്കും നോക്കി ശബ്ദരഹിതരായിരിക്കുന്ന വാർത്താസമ്മേളനം. നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി ദിലീപിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മുകേഷും ഗണേഷും രോഷാകുലരാകുന്നു. ഇവർ ഇരയ്ക്കോ വേട്ടക്കാർക്കോ ആർക്കൊപ്പമാണോ എന്ന് സംശയം തോന്നിപ്പിച്ച പ്രകടനം നമുക്കതൊന്ന് കണ്ടുവരാം. ആദ്യം ഇനി ഇന്നത്തേക്ക് തിരിച്ചു വരാം. ഇന്നും കേട്ടു, ഇടതുപക്ഷ സഹയാത്രികനും ഭരണഘടന തൊട്ട് സത്യം ചെയ്ത MLAയുമായ മുകേഷിന്റെ പേരിൽ ഒരു മോശം ആരോപണം. ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയായിരുന്നു ആരോപണം ഉന്നയിച്ചത്. ഒരു നടിയുടെ അമ്മയോട് മുകേഷ് മോശമായി പെരുമാറിയെന്ന് സന്ധ്യ റിപ്പോർട്ടറിനോട് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഫീമെയിൽ ആർട്ടിസ്റ്റാണ്. അവർ വീട്ടിലില്ലാത്ത സമയത്ത് ഈ മുകേഷ് എന്ന് പറഞ്ഞ ആക്ടർ പുള്ളി പോയി അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് ഈ ആർട്ടിസ്റ്റിൻ്റെ മദറിനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കി. പക്ഷെ അവരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. നടി നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP സമരം ചെയ്യുന്നതിനിടെ മുകേഷിനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി രംഗത്തെത്തി. BJP വെട്ടിലായി. പിന്നീട് സുരേഷ് ഗോപിയും വെട്ടിലായി. അവിടം കൊണ്ട് തീർന്നില്ല. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ജനപ്രതിനിധിയായ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത കേന്ദ്രമന്ത്രി. കാണാം. അതിജീവിതർ നേരിട്ട ദുരനുഭവങ്ങൾ വാർത്തയാക്കുമ്പോൾ അത് തീറ്റയെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. സുരേഷ് ഗോപിയുടെ പ്രകടനം കഴിഞ്ഞപ്പോൾ പിന്നാലെ വരുന്നു മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടന നിൽക്കക്കള്ളിയില്ലാതെ, മിണ്ടാതെ, ഉരിയാടാതെ ഓടിയൊളിച്ച വാർത്ത. പ്രസിഡന്റ് മോഹൻലാൽ പത്രസമ്മേളനം നടത്തും, കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് കരുതിയവർക്ക് മുൻപിൽ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ച വാർത്തയാണ് റിപ്പോർട്ടർ TV ബ്രേക്ക് ചെയ്തത്. ധാർമ്മികത മുൻനിർത്തിയാണ് രാജിയെന്ന് മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും. അമ്മയെ നവീകരിക്കുവാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി, വിമർശിച്ചതിനും തിരുത്തിയതിനും. മാതൃക സൃഷ്ടിക്കാനാണ് ഭരണസമിതി ഒന്നാകെ രാജിവെക്കുന്നതെന്ന് എല്ലാ വിഷയങ്ങളിലും ശക്തമായ അഭിപ്രായമുള്ള ജോയ് മാത്യു ഏറ്റവും വലിയ ക്രൈം ചെയ്തത് സാംസ്കാരിക മന്ത്രിയാണെന്നും പറയുന്നു. കൂട്ടരാജിയെ ന്യായീകരിക്കുന്നില്ലെന്ന് അനൂപ് ചന്ദ്രനും. ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ഒരു മൊറാലിറ്റി, അതായത് പൊതുവേ നമ്മളെ രാജ്യത്ത് ഒരു ഭരണസമിതി, കേന്ദ്രത്തിൽ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ആരോപണം നേരിട്ടാൽ, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമൊക്കെ ആരോപിക്കപ്പെട്ടാൽ അവർ രാജിവെച്ചതോടെ തീരുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ വേറൊരു മാതൃകയൊക്കെയാണ്. ഭരണസമിതി മൊത്തം ഈ ഒരു ധാർമ്മിക പ്രശ്നത്തിൻ്റെ പേരിൽ രാജിവെക്കണം. അതാണ് ഞങ്ങളെടുത്ത തീരുമാനം. അത് യുനാനിമസ്ലി എല്ലാവരും ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ്. ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. രാജിവെച്ച് ഞങ്ങളാരും സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നില്ല, ഭരണസമിതിയിൽ നിന്നാണ് രാജിവെക്കുന്നത്. അതിനെ നിലനിർത്താനായിട്ട് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ഈ സംഘടനയുടെ അമരത്ത് ഉണ്ടാകണമെന്ന്
ഞാൻ ആഗ്രഹിക്കുന്നു, സ്നേഹത്തോടെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ജഗദീഷ് ഏട്ടൻ അങ്ങനെ പറയാൻ അർഹതയുള്ള ഒരാളല്ല. കാര്യം അദ്ദേഹമാണ് തലേ ദിവസം ലാലേട്ടനെ നടുക്ക് നിർത്തിക്കൊണ്ട് ശ്രീമാൻ ബാബുരാജ് അതുപോലെ തന്നെ മറ്റ് മത്സരാർത്ഥികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ വീഡിയോ ഉണ്ട്. ആ അയച്ചു കൊടുത്ത വീഡിയോയ്ക്കകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളാണ് ഒഫീഷ്യൽ പാനൽ. അതിന്റെ ദുരന്തമാണ്. കുറ്റാരോപിതരായ ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മ നിങ്ങളുടെ കൂടെയാണ് എന്ന് അമ്മ പറയലായിരുന്നു ഇച്ചിരി കൂടെ അതിനൊരു അന്തസ്സും അഭികാമ്യവും ആയിരുന്നത് അതായിരുന്നു. AMMA ഭാരവാഹികൾ ഒഴിഞ്ഞു. അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യമുണ്ട്. മുകേഷിനെ ഇതൊന്നും ബാധിക്കില്ലേ? ധാർമ്മികത മുകേഷിന്റെ നിഘണ്ടുവിലില്ലാത്ത വാക്കാണോ? ചോദ്യം ഞങ്ങളുടേതല്ല, ഇടതുപക്ഷത്തെ പ്രധാന വനിതാ നേതാവ് ആനി രാജയുടേതാണ്. മറ്റൊന്ന്, എല്ലാ കാലത്തും ഇടതുപക്ഷത്തോരം ചേർന്ന് നടന്ന സംവിധായകൻ ആഷിഖ് അബുവിൻ്റെതും. കേൾക്കാം. അല്ല, ഇത് ആരായിരുന്നാലും ഇപ്പം MLA ആണോ അല്ലെങ്കിൽ മന്ത്രിയാണോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ MP ആണോ എന്നുള്ളതല്ല വിഷയം. മലയാള സിനിമാ മേഖല എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷനും കൂടുതൽ സ്ത്രീകൾക്ക് കൂടി സൗഹൃദമാകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു മിഷനിൽ സംസ്ഥാനത്തെ ഇടതുമുന്നണി ഗവൺമെൻറ് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരും ഇടതുപക്ഷ അനുഭാവികളും ഒക്കെ ചെയ്യേണ്ടത് ആ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ MLA പദത്തിൽ ഇരിക്കുന്നവരായിരുന്നാലും ശരി, അവർ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അന്വേഷണം അത് സുതാര്യമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് അവർ ഒരു അന്വേഷണത്തിന് സഹായകരമാകുന്ന രീതിയിലുള്ള പദവിയിൽ നിന്നും മാറി നിൽക്കണം. ശ്രീ മുകേഷ് സംസ്ഥാന സർക്കാരിനെ ഈ മിഷനിൽ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്നും മാറി നിൽക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ശ്രീ മുകേഷ് വ്യക്തിപരമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു വലിയ ഒരു പ്രസ്ഥാനത്തെയും ഒരു ഗവൺമെന്റിനെയും ഒക്കെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കി അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗം നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹത്തിനും പറയാവുന്നതാണ്. പക്ഷെ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മുമ്പൊക്കെ ഈ സംഘടനയുടെ പല അഭിപ്രായങ്ങളും ഏകപക്ഷീയമായിട്ട് തോന്നും നമുക്ക്, ഇപ്പൊ നമ്മൾ പൊതുസമൂഹത്തിൽ നോക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അവിടെ അഭിപ്രായങ്ങളുണ്ട്, എതിരഭിപ്രായങ്ങളുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ഭരണസമിതി ആണെങ്കിലും ഇതുവരെ നടന്നു പോയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു കറക്ഷൻ സ്വീകരിച്ചുകൊണ്ടും അത് ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് വരുന്നത് തന്നെയാണ് നമുക്ക് വളരെ ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാവുന്ന ഘട്ടം എത്തിയെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരുന്നതിൻ്റെ സൂചന കണ്ട പകലാണ്. മലയാള സിനിമ ഇന്നിങ്ങനെ നിൽക്കുന്നതിന് പിന്നിൽ കുറച്ച് സ്ത്രീകളുടെ കരുത്തുണ്ട്, ഒരു യുവനടിയുടെ പോരാട്ട വീര്യമുണ്ട്, കരിയർ നഷ്ടപ്പെട്ടിട്ടും പോരാടി നിന്നവരുടെ കൂട്ടായ്മയുണ്ട്. ഈ അസ്തമയത്തിൽ അവർക്ക് പറയാനുള്ളത് ഇത്രയും മാത്രമാണ്: പുനരാലോചിക്കാം, പുനർനിർമ്മിക്കാം, മാറ്റങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കാം. ഇത് വിമൻ കളക്റ്റീവ് ഇൻ സിനിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. താഴെ വീണോ താരാകാശം എന്നാണ് ചോദ്യം. നമുക്കൊപ്പം ശ്രീ ഷമ്മി തിലകനുണ്ട്. ഒപ്പം ജ്യോതികുമാർ ചമക്കാലയും പ്രേംകുമാറും അനൂപ് ചന്ദ്രനും അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരും. ആദ്യം ഷമ്മി തിലകനിലേക്ക്. ശ്രീ ഷമ്മി തിലകൻ, വെരി ഗുഡ് ഈവനിങ്. ഷമ്മി തിലകൻ അല്പസമയത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം. ആദ്യം ഞാൻ ജ്യോതികുമാർ ചമക്കാലയിലേക്കൊന്ന് പോകുന്നു. ജ്യോതികുമാർ, പ്രേംകുമാർ, അനൂപ് ചന്ദ്രൻ. ആദ്യം ജ്യോതികുമാർ ചമക്കാലയിലേക്ക്. ജ്യോതി, ഇന്നിപ്പോൾ ഒരുപാട് സംഭവ വികാസങ്ങൾ, പല രാജികൾ നമ്മൾ കണ്ടു. ആദ്യം സിദ്ദിഖിൻ്റെ രാജി, അതിനുശേഷം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ രാജി, ഇപ്പോൾ AMMA എന്ന സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ രാജി. പക്ഷേ 3 ആരോപണങ്ങൾ തനിക്കെതിരെ വന്നിട്ടും മുകേഷ് MLA ഇപ്പോഴും കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ നയരൂപീകരണത്തിനായി തീരുമാനിച്ച സമിതിയിലെ ഒരു അംഗമായി തുടരുന്നു എന്ന് മാത്രവുമല്ല, അദ്ദേഹം MLA സ്ഥാനത്തും തുടരുന്നുണ്ട്. കുറ്റാരോപിതൻ അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണത്തെ നേരിടുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്. അത് ആനി രാജയും വ്യക്തമാക്കി, ആഷിഖ് അബുവും വ്യക്തമാക്കി നമ്മൾ കണ്ടു. എന്താണ് നിങ്ങളുടെ ആവശ്യം, ജ്യോതികുമാർ ചമക്കാല, പ്രതിപക്ഷത്തിൻ്റെ? അരുണെ, ഇവിടെ താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ അതിനകത്ത് കുറച്ചുകൂടി ഡെപ്തിൽ പോകേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ ഇപ്പോൾ പരാതി വന്നിട്ടുള്ളത്
ആദ്യം പരാതി വന്നത് ശ്രീ രഞ്ജിത്തിനെതിരെ പരാതി വന്നു, പിന്നീട് സിദ്ദീഖിനെതിരെ പരാതി വന്നു. ഇന്നിപ്പോൾ ഒരു നടി തന്നെ 7 പേർക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് പല പരാതികളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അഥവാ രാജിവെച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ താങ്കൾ പറയുന്നു സിദ്ദീഖ് രാജിവെച്ചു. സിദ്ദീഖിൻ്റെ രാജി ഇപ്പോൾ അപ്രസക്തമായി. കാരണം അമ്മയുടെ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് രാജിവെച്ചതിന് മാത്രമായ ഒരു പ്രസക്തിയില്ല. സിദ്ദീഖിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നഷ്ടത്തിൻ്റെ ലാഭത്തിൻ്റെ കണക്കല്ല. മറുഭാഗത്ത് നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ച് ഇത്തരത്തിൽ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ രഞ്ജിത്ത് മാത്രമാണ് രാജിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഔദ്യോഗിക പദവി ഉണ്ടായിരുന്നത്, സർക്കാർ സംവിധാനം ഉണ്ടായിരുന്നത് രഞ്ജിത്തിന് മാത്രമാണ്. അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത്. അപ്പോൾ മറിച്ച് ചിന്തിച്ചാൽ ഇവിടെ നോക്കൂ, ഇന്നലെ ശ്രീലേഖ മിത്രയുമായി ബന്ധപ്പെട്ട് അവരുടെ പരാതി പോലീസിൽ ലഭിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ FIR ഇട്ടു, അല്ലേ? ഇപ്പോൾ ഈ പരാതി ഇന്ന് രാവിലെ തന്നെ പരാതി ശ്രീ മുകേഷിനെതിരായിട്ട് 1-ലധികം പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ FIR ഇട്ടില്ലല്ലോ അരുൺകുമാറെ. അതിനെക്കുറിച്ച് വേണ്ടി നമ്മൾ ആദ്യം സംസാരിക്കാൻ. എന്തുകൊണ്ട് FIR ഇടുന്നില്ല? എന്തേ FIR ഇടുന്നതിൽ ഇത്ര താമസം? അപ്പോൾ FIR ഇടുന്നതുൾപ്പെടെ അദ്ദേഹത്തെ ഈ സിനിമ കോൺക്ലേവ് നടത്തിപ്പിൻ്റെ അതിൻ്റെ സംഘാടക സമിതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ഇപ്പോഴും നടന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ അദ്ദേഹം രാജിവെക്കണോ രാജിവെക്കേണ്ടതിനെ സംബന്ധിച്ചൊക്കെ ശ്രീമതി ആനി രാജയും അതുപോലെ ആഷിഖ് കപൂർ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇവിടെ ശ്രീ മുകേഷിന് ഒരു നീതിയും രഞ്ജിത്തിന് മറ്റൊരു നീതിയും എന്ന ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇത് തുടങ്ങിയത് ഇവിടെയെങ്ങും അല്ല. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം പിന്നെ കുറേ ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾക്ക് ശേഷം ഏറ്റവും അവസാനം പരസ്യമായി പലരും പ്രതികരിച്ചു തുടങ്ങി. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബംഗാളി നടി പരസ്യമായി രംഗത്ത് വന്നത്, രഞ്ജിത്തിനെതിരായിട്ട് രംഗത്ത് വന്നത്. ആ ആവേശത്തിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പലരും തങ്ങളുടെ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി. തുറന്നു പറഞ്ഞതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരു പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി ഔദ്യോഗിക തലത്തിൽ യോഗം വിളിച്ചു ചേർത്തു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. അതിൻ്റെ പത്രക്കുറിപ്പ് നമ്മൾ കണ്ടു. അതിനകത്ത് ഹേമ കമ്മിറ്റി എന്നൊരു വാക്കില്ല. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിൽ പൊതുമണ്ഡലത്തിൽ പരസ്യമായി വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള കേസുകൾ മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സർക്കാരിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ അടിസ്ഥാനപരമായി അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ രാജിവെക്കാനിടയായ സാഹചര്യത്തിന് കാരണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത് തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് 2019 ഡിസംബർ മാസം 31-ാം തീയതി അത് കിട്ടിയെങ്കിൽ നിരവധി തടസ്സങ്ങൾ സർക്കാർ തന്നെ സൃഷ്ടിച്ചുണ്ടാക്കി. നമുക്കത് ചർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് വരാം. കാര്യം നമ്മളത് വളരെ വിശദമായി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ചർച്ച ചെയ്തതുകൊണ്ടാണ് നമുക്കത് വരാം, ഒരു ഘട്ടത്തിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് താങ്കൾക്കിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമായി ഉന്നയിക്കാനുള്ളത് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും MLA എന്ന സ്ഥാനത്ത് നിന്നും മുകേഷ് ആരോപണ വിധേയമായ സാഹചര്യത്തിൽ മാറി നിൽക്കണമെന്നാണ്. 3 ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെയുള്ളത്. ഒന്ന് ടെസ് ജോസഫിൻ്റെ ആരോപണം. അത് ടെസ് ജോസഫ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, എന്നാൽ അവർ പരാതി കൊടുക്കാൻ തയ്യാറല്ല. രണ്ടാമത്തത് മറ്റൊരു പരാതിക്കാരിയുടെ ആരോപണം, ഇനി നമുക്ക് അവരുടെ പേര് പറയുക സാധ്യമല്ല. മൂന്നാമത്തത് ഇന്നിപ്പോൾ ഞങ്ങളോട് വെളിപ്പെടുത്തിയ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു ആരോപണം. 3 ആരോപണങ്ങളുടെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മുകേഷ്. അതെ. അപ്പോൾ 3 ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകൃതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്പൗസുകൾ തന്നെ നേരത്തെ തന്നെ 1-ലധികം ആളുകൾ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്, പൊതുസമൂഹ മണ്ഡലത്തിലുണ്ട്. അതുകൂടി ഇപ്പോൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകൃതത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളതാണ്. എന്നിട്ട് പോലും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ ഇന്ന് ഏറ്റവും അവസാനം നോക്കൂ, അദ്ദേഹം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി സംഘടനാ സംവിധാനത്തിന് CPM എന്ന പ്രസ്ഥാനത്തെ കൂട്ടുപിടിക്കുകയല്ലേ. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെങ്കൊടിയുടെ സഹായം തേടുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊന്ന് പ്രേംകുമാറിന്റെ ഒരു അഭിപ്രായം എടുത്ത് തിരിച്ചു വരാം. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ പ്രേംകുമാർ, ആദ്യഘട്ടത്തിൽ ടെസ് ജോസഫിന്റെ ആരോപണം വരുമ്പോൾ മുകേഷിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. തനിക്കൊന്നും ഓർമ്മയില്ല എന്നാണ് ആദ്യം മുകേഷ് പറയുന്നത്. 2020 തന്നെ ഈ വാർത്ത വരുന്ന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 2022 എങ്ങനെയാണ് ഈ വിഷയം ചർച്ച ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഒരു CPM MLA ആയതുകൊണ്ടാണ് തനിക്കെതിരെ ആരോപണം വരുന്നത്. ടെസ് ജോസഫിന് പ്രത്യക്ഷ രാഷ്ട്രീയം ഒന്നുമില്ല, നമുക്കറിയാം. അവരൊരു പ്രൊഫഷണലാണ്, അവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്. രണ്ടാമത്തെ ആരോപണം വരുന്നു, അവർക്കൊപ്പം തന്നെ, ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ അഭിനയിച്ച
അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ പ്രവർത്തിച്ച ഒരു സഹനടിയിൽ നിന്ന്, ആ സഹനടി തനിക്ക് പരിചയമുണ്ടെന്നും ആ സഹനടി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്നും പറയുമ്പോഴും ആ പരാതിയൊന്നും നമ്മുടെ മുന്നിൽ എത്തിയിട്ടേ ഇല്ല ഇതുവരെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴാണ് ആ മുകേഷ് അതിനെക്കുറിച്ച് പറയുന്നത്. മൂന്നാമത്തത്, മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വെളിപ്പെടുത്തിയ കേട്ടുകേൾവിയാണ്. അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള 2 ആരോപണങ്ങളും വളരെ ഗുരുതരമല്ലേ? പ്രത്യേകിച്ചും സ്ത്രീപക്ഷ സർക്കാരെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരിൻ്റെ പ്രതിനിധിയായി ഒരു MLA എന്ന നിലയിൽ ഇനി മുകേഷിന് തുടരാൻ ധാർമ്മികമായ അവകാശമുണ്ടോ? ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിലവിൽ ഈ ടോപ്പിക്കിൽ കേരളത്തിലെ UDFും ഇവിടെ UDFിനെ പ്രതിനിധീകരിക്കുന്ന ജ്യോതികുമാർ ചാമക്കാലയും മുന്നോട്ട് വെക്കുന്ന ആവശ്യം മുകേഷ് രാജിവെക്കണം, നയരൂപീകരണ സമിതിയിൽ നിന്നും MLA എന്നുള്ള നിലയിലും ഒഴിയണം എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ്. പക്ഷേ അത് UDFോ കോൺഗ്രസോ ഉന്നയിക്കുന്ന ആംഗിളിൽ നിന്നല്ല എന്ന് മാത്രം. അതായത് തൊഴിലാളികൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഒരു ഇടതുപക്ഷ സർക്കാരോ ഇടതുപക്ഷ പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് അതിൽ എന്ത് ചെയ്യുന്നുവെന്നോ ചെയ്തു എന്നോ നോക്കിയിട്ടല്ല. അതിൽ കൃത്യമായ എഴുതി വെക്കപ്പെട്ട ഒരു പാഠമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്. അതേപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഉണ്ടായാൽ ഏത് തരത്തിലുള്ള നിലപാടാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിലും കേരളത്തിലെ CPM അടക്കമുള്ള പാർട്ടികൾക്ക് കൃത്യമായൊരു ധാരണയുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ മുകേഷ് എന്നുള്ള CPIMൻ്റെ MLA ആയിട്ടുള്ള ആൾ എന്താ പറയുക, സർക്കാരിൻ്റെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഒരു തരത്തിലും ഇരിക്കാൻ യോഗ്യനല്ല, ഒരു തരത്തിലും. മാത്രമല്ല, ഇതിൻ്റെ ഒരു സ്ട്രെയിഞ്ചായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് രഞ്ജിത്തിനെതിരെയാണ് ആദ്യ ആരോപണം ഉണ്ടാവുന്നത്. അന്ന് പിറ്റേ ദിവസം രാത്രിയാണ് സിദ്ദിഖിനെതിരെ ആരോപണം ഉണ്ടാവുന്നത്. സിദ്ദിഖാണ് ആദ്യം രാജിവെക്കുന്നത്, രഞ്ജിത്താണ് പിന്നെ രാജിവെക്കുന്നത്. AMMA എന്ന് പറഞ്ഞ സംഘടനയിലെ 3-4 പേർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുന്നു. AMMയുടെ എക്സിക്യൂട്ടീവ് ബോഡി തന്നെ പിരിച്ചുവിടുന്നു. അതിൻ്റെ വൾഗാരിറ്റി പോട്ടെ, അതിൻ്റെ കോമഡിയും അതിൻ്റെ അർത്ഥശൂന്യതയും പോകട്ടെ, പക്ഷേ അവരതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. ചലച്ചിത്ര നയരൂപീകരണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള ഷാജി കരുണിനെതിരെയും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മൾ കരുതുന്ന മെമ്പറായിട്ടുള്ള മുകേഷിനെതിരെയും മുകേഷിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ സമിതിയുടെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് നടത്തേണ്ടതും എങ്ങനെ ഈ പ്രിഡേറ്റേഴ്സിനെ, എങ്ങനെ ഈ ക്രിമിനൽ എന്താ പറയുക, ഈ ക്രിമിനൽ പെർവേർട്സിനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അദ്ദേഹം ഇപ്പോഴും ആ സമിതിയിൽ തന്നെ തുടരുകയാണ്. സാങ്കേതികമായിട്ട് വൈകുന്ന ഓരോ നിമിഷവും കേരളത്തിലെ ഇടതുപക്ഷത്തിനൊപ്പം ചേരുന്നവർക്ക് ഈ പാർട്ടിയിലും സർക്കാരിലുമുള്ള പ്രതീക്ഷയും അതിനോടുള്ള സ്നേഹവും ആദരവും കുറയുകയാണ് ചെയ്യുക എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ആവശ്യം ഉന്നയിക്കാൻ കോൺഗ്രസിന് മോറൽ റൈറ്റ് ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതല്ല ഇപ്പോൾ ഉന്നയിക്കേണ്ടത്. അത് പറഞ്ഞ് മുകേഷിനെ രക്ഷിക്കാൻ ഉയർത്തുന്ന ഓരോ വാദവും ഇടതുപക്ഷത്തിൻ്റെ തലയിൽ തന്നെയാണ് വന്നു വീഴുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനേക്കാൾ രസമായിട്ട് തോന്നുന്നു ഇന്ന് വന്നിട്ടുള്ള മുകേഷിൻ്റെ ആ ഡിഫൻസ് സാധനമാണ്. അദ്ദേഹം പറയുന്നത് 2009 മുതൽ ഈ സ്ത്രീയെ പരിചയമുണ്ട്, 2022 പിന്നെയും ബന്ധപ്പെട്ടു, അതിനുശേഷം ആ സ്ത്രീയും ഒരു സമുദായത്തിൽപ്പെട്ട കുറച്ച് ആളുകളും പിന്നെ അവരുടെ ഹസ്ബൻഡും ചേർന്ന് ഇദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ്. വളരെ ക്രൂഷ്യലായ ഒരു ചോദ്യം അവിടെ വരുന്നു. എന്തുകൊണ്ട് കേരളത്തിലെ CPMൻ്റെ 2ാമത്തെ ടേമിൽ MLA ആയിരിക്കുന്ന മുകേഷ് പോലീസിൽ പരാതിപ്പെട്ടില്ല? 2 ഉത്തരങ്ങളേ ഉള്ളൂ. ഒന്ന്, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കേരളത്തിലെ പോലീസിൽ മുകേഷിന് വിശ്വാസമില്ല. 2, ഈ സ്ത്രീക്കെതിരെ കേസ് കൊടുക്കാൻ മുകേഷിന് ഭയമുണ്ട്. ഇത് 2ആയിരുന്നാലും ഈ വിശദീകരണത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നത് പിന്നെയും ഇടതുപക്ഷ മുന്നണിയെയും സർക്കാരിനെയും പാർട്ടിയെയും കുഴിയിലാക്കുക എന്നുള്ളതാണ്. എനിക്കൊരു പ്രതീക്ഷയുള്ള കാര്യം, ഈ നിമിഷം വരെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ മുകേഷിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടോ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നോ മുകേഷ് ചെയ്തതിൽ കുഴപ്പമില്ല എന്നോ CPMൻ്റെയോ സർക്കാരിൻ്റെയോ പ്രതിനിധികളായിട്ടുള്ള ആരും പറഞ്ഞിട്ടില്ല. കൊല്ലം ജില്ലയിൽ നിന്നുള്ള സീനിയർ നേതാവായിട്ടുള്ള മന്ത്രി KN ബാലഗോപാൽ ഇന്ന് പത്രങ്ങളോട് സംസാരിക്കുന്നത് കണ്ടു. പാർട്ടിയെ പിന്നെയും പ്രതിരോധത്തിലാക്കുകയല്ലേ എന്നുള്ള ചോദ്യത്തിന് KNBയുടെ പ്രതികരണം അങ്ങനെ പാർട്ടി പ്രതിരോധത്തിലാവില്ല എന്നാണ്. അതുകൊണ്ട് രഞ്ജിത്തിൻ്റെ കേസിൽ ഉണ്ടായതുപോലെ തന്നെയുള്ള അല്ലെങ്കിൽ ഈ WCC അടക്കമുള്ള വനിതാ സംഘടനകളുടെ ആവശ്യവും കൂടെ, പൊതുസമൂഹത്തിന്റെ ആവശ്യം കൂടെ, മീഡിയയുടെ ഡിമാൻഡും കൂടെ അനുസരിച്ചുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്ത സർക്കാർ ഞാനിതിനെ കണക്കാക്കുന്നു. പ്രേംകുമാർ, താങ്കൾ ചോദിച്ച 2 ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റും എന്ത് ചെയ്തു എന്ന കാര്യത്തെ നോക്കിയല്ല ഈ വിഷയത്തിൽ മുകേഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മുകേഷ് എൽദോസ് കുന്നപ്പള്ളിയെയും വിൻസെന്റിനെയും നോക്കി ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത് എന്നുള്ള വാദം വളരെ പ്രധാനപ്പെട്ടതാണ്. ജ്യോതി,
UDF-നെ ഉന്നയിക്കാൻ എന്ത് ധാർമ്മികമായ റൈറ്റ് ഉണ്ട് എന്നുള്ളത് ഇടതുപക്ഷത്ത് നിന്ന് ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും പ്രേംകുമാറിന്. കാരണം അതൊരു ഇടതുപക്ഷത്തിൻ്റെ രീതിയല്ല എന്ന് പ്രേംകുമാർ വിശദീകരിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുന്നത് ഏതർത്ഥത്തിലാണ്, ഏതടിസ്ഥാനത്തിലാണ്? വിൻസെൻറ്റിനും ഒപ്പം എൽദോസിനുമില്ലാത്ത ഒരു അവകാശം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം എങ്ങനെയാണ് മുകേഷിന് വന്നു ചേരുക ധാർമ്മികമായി? അരുണെ, സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ മുൻപ് എടുത്തിട്ടുള്ള നിലപാടുകൾ, അത് CPM-ൻ്റേതായാലും കോൺഗ്രസിൻ്റേതായാലും ആ നിലപാടുകളെ അടിസ്ഥാനമാക്കിയല്ല ഇപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. ഞാനത് ശ്രീ പ്രേംകുമാറിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇവിടെ അങ്ങനെ പറയാൻ പോയാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. കാരണം PK ശശിക്കെതിരായിട്ട് പാർട്ടിയിൽ തന്നെ അന്വേഷണം നടത്തിയത്, അവിടെ അതിൻ്റെ തീവ്രതയെക്കുറിച്ച് അളന്നത് ഉൾപ്പെടെ പോകേണ്ടി വരും. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരാളിൽ നിന്ന് മാത്രമുള്ള പരാതിയല്ല മുകേഷിനെ സംബന്ധിച്ച്. താങ്കൾ സൂചിപ്പിച്ച 2 MLA-മാരെ സംബന്ധിച്ചാണെങ്കിൽ അവർ വ്യക്തിപരമായി നേരത്തെ തന്നെ സൗഹൃദമുണ്ടായിരുന്നവർ തമ്മിൽ പിണങ്ങിയതിൻ്റെ പേരിലോ ഏതായാലും ഒരു പരാതി വന്നു. ആ പരാതിയിൽ കേസെടുത്തു. ഒരാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. മറ്റേയാളെ സംബന്ധിച്ച് മുൻകൂർ ജാമ്യം കിട്ടി. അവരുടെ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ ഒരു മേഖല, ഒരു തൊഴിൽ മേഖലയിൽ തന്നെ നിരന്തരമായി ഇത്തരം പ്രശ്നക്കാരനാണ് എന്ന് തെളിവുകളുടെ പിൻബലത്തിൽ അഥവാ മൊഴികളുടെ പിൻബലത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു വിഷയം. അതിൽ മുകേഷിൻ്റെ ഇടപെടൽ ഇപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ ആ വിഷയം. മുകേഷ് മാത്രമല്ല, ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പലരുമുണ്ട്. ആത്മീയയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ആളിനെ സംബന്ധിച്ചൊക്കെ ആ റിപ്പോർട്ടിൽ പേര് പറയുന്നുണ്ട്. ഏതായാലും അതൊക്കെ വരട്ടെ. അപ്പോൾ മുകേഷിനെ സംബന്ധിച്ച് തുടർച്ചയായി ഒരു പരാതിയല്ല, 2 പരാതിയല്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ 3 പരാതി ഉണ്ട്. അതിൽ വളരെ വിശ്വസനീയമായി നമുക്കെടുക്കാവുന്ന ആളാണല്ലോ ആദ്യം പരാതി പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്ന സ്ത്രീയെ സംബന്ധിച്ച് അവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇന്നിപ്പോൾ പരാതി നൽകിയ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം മറ്റൊരു മറ്റൊരു സഹനടിയുടെ അഥവാ ഒരു നടിയുടെ വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ഈ പണ്ടൊക്കെ ഈ മൃഗയ എന്നൊക്കെ പറയുന്ന സിനിമ ഇറങ്ങുമല്ലോ. ആ സിനിമ ഇറങ്ങുമ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ മമ്മൂട്ടിയായിരുന്നു, വാറുണ്ണി. ഈ വാറുണ്ണി കയറിയ വീട് എന്ന് തന്നെ ഒരു ഉപമ അന്നത്തെ ആ കാലങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലേക്കായിരിക്കുന്നു നമ്മുടെ മുകേഷിൻ്റെ ഇപ്പോഴത്തെ ഇടപെടൽ എന്ന കാര്യം നമ്മൾ മറക്കരുത്. മാത്രമല്ല, ഈ റിപ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിൻ്റെ കൈവശം കിട്ടിയതിന് ശേഷമാണ്, അദ്ദേഹം 2ാം തവണ ജയിച്ചു, അതിനുശേഷമാണ് സർക്കാരിൻ്റെ കൈവശം റിപ്പോർട്ട് ലഭിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും MLA ശരിയാണ്, പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് പാർലമെൻറ്റ് സീറ്റ് കൊടുക്കുന്നു. അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ വീണ്ടും ഇപ്പോൾ പാർലമെന്റിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ജ്യോതി. അതായത് 4.5 വർഷക്കാലം ആ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ വെച്ച് അതിൽ ഈ പറയുന്ന മുകേഷിനെതിരെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് ഇതെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തുള്ള വെളിപ്പെടുത്തലുകളാണ്. ഇതിനുള്ളിലുള്ള വെളിപ്പെടുത്തലുകൾ എന്താണെന്ന് എനിക്കോ ജ്യോതിക്കോ പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുന്നു, സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം കാട്ടിയ ഒരാൾ ഹേമ കമ്മിറ്റി മുമ്പിലുള്ള ഇരകളോടും ഈ കാര്യം ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളതൊരു അസംഷനാണ്. പക്ഷേ അസംഷൻ വാലിഡാണ്. ഞാൻ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. താഴെ വീണു താരാകാശം എന്നാണ് ചോദ്യം. ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസ് പ്രതിനിധി, ഇടത് സഹയാത്രികൻ പ്രേംകുമാർ, നടൻ അനൂപ് ചന്ദ്രൻ എന്നിവർ നമുക്കൊപ്പം. ഷമി തിലകൻ അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരും. ഞാൻ അനൂപിലേക്ക് തിരിച്ചു വരാം. ഞാനൊരു രാഷ്ട്രീയ ചർച്ചയുടെ 2ാം ഘട്ടമായതുകൊണ്ട് എനിക്ക് 2 ചോദ്യങ്ങൾ കൂടി രാഷ്ട്രീയ അതിഥികളോടുണ്ട്. അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. പ്രേംകുമാർ, നേരത്തെ ജ്യോതികുമാർ സൂചിപ്പിച്ചൊരു പ്രധാന കാര്യമുണ്ട്. 4.5 വർഷം മുമ്പ് സർക്കാരിൻ്റെ പക്കൽ കിട്ടിയ ഒരു റിപ്പോർട്ടിന്മേൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടന്നിരുന്നെങ്കിൽ ഈ വേട്ടക്കാരെക്കുറിച്ചുള്ള സൂചനകൾ ഇരകൾക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ചുരുങ്ങിയ പക്ഷം ഈ തിരഞ്ഞെടുപ്പിൽ MLA സ്ഥാനത്തേക്ക് മുകേഷിനെ പരിഗണിക്കാതിരിക്കുന്നൊരു സാഹചര്യമെങ്കിലും സർക്കാരിനുണ്ടാകുമായിരുന്നു. അവിടം കൊണ്ടും തീർന്നില്ല. അതിനുശേഷം MP സ്ഥാനാർത്ഥിയായും ഇതേ മുകേഷിനെ നമ്മൾ പരിഗണിച്ചു. ഈ റിപ്പോർട്ടിൽ മുകേഷിനെതിരെ എന്തെങ്കിലും വെളിപ്പെടുത്തലുകളുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ റിപ്പോർട്ടിന് ശേഷം വന്ന വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് മുകേഷിനെതിരെയാണ് എന്നതുകൊണ്ട് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും. ആ റിപ്പോർട്ടിൽ മുകേഷിനെ കുറിച്ചുകൂടിയുള്ള വെളിപ്പെടുത്തലുകൾ ഉള്ളതുകൊണ്ടാണ് സർക്കാർ അതിന്മേൽ പ്രാഥമിക അന്വേഷണം നടത്താത്തതെന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് സ്ത്രീപക്ഷ സർക്കാർ എന്ന ടാഗ്ലൈനിൽ കയ്യടി വാങ്ങുമ്പോൾ അതിൽ മുഖ്യമന്ത്രിക്ക് ഒരു ആത്മാർത്ഥതയുണ്ടായിരുന്നു എന്ന് ഇപ്പോഴും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. പ്രേംകുമാർ, ഒരു പെറ്റേണലായ ഒരു രക്ഷകർത്താവിൻ്റെ ഭാവത്തോടു കൂടിയാണ് അന്ന് മുഖ്യമന്ത്രി WCCയുടെയും ആക്രമിക്കപ്പെട്ട നടിയുടെയും എല്ലാം പരാതി കേട്ടത്. പക്ഷെ അതിനെ പരാജയപ്പെടുത്തുന്നതായിപ്പോയില്ലേ ഈ വൈകലും ഇപ്പോൾ മുകേഷിൻ്റെ ഈ പ്രവൃത്തികളും? 4.5 വർഷക്കാലം വൈകി ഈ റിപ്പോർട്ട് പുറത്തു വരാനെന്നുള്ളത് ദുഃഖകരമായ കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കോൺസ്പിറസി തിയറിയെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി
ജ്യോതികുമാർ ചാമക്കാല ഉയർത്തുന്ന ഒരു വാദത്തോട് ഞാൻ ഒരു കൊളീഷനിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല എങ്കിൽ പോലും ഞാൻ പറയാണ്, എന്താ പറയുക, സോളാർ കേസ് അന്വേഷിച്ച കമ്മീഷനായിരുന്നു. ആ കമ്മീഷൻ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടുവെന്ന് കണ്ടെത്തിയ 2, 3, 4 ആളുകളെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ്. അതുകൊണ്ട് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടുവെന്നോ കുറ്റാരോപിതനാണെന്നുള്ളത് കൊണ്ടോ ആളുകളെ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളാക്കാതിരിക്കുന്ന പാരമ്പര്യം കേരളത്തിൽ ഇതുവരെ കാണിച്ചിട്ടില്ല കോൺഗ്രസ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. ഇനി ഇതിനകത്ത് മുകേഷിൻ്റെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൊണ്ട് ഇത് വൈകിപ്പിച്ചു എന്നുള്ള തിയറിയും ഞാൻ ഒരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ മുകേഷ് ഇപ്പോൾ എക്സ്പ്ലനേഷൻ തരാനും അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ഉത്തരവാദപ്പെട്ട ആളാണ്. കാരണം അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാണ്, CPIM-ന്റെ ലേബലിലാണ്, ചെങ്കൊടിയിലാണ്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് സർക്കാരിൻ്റെ ഈ നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം ഇരിക്കുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡിഫൻസും വളരെ വളരെ വീക്കാണ് എന്നുള്ളതാണ്. കാരണം പലവട്ടം ഇവർ ആഷിഖ് കപൂർ മാത്രമല്ല, ഇപ്പോൾ ഗായത്രി വർഷ വളരെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ, ആനി രാജ വളരെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ, ഇൻഫ്ലുവൻഷ്യലായ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ അയാൾക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കമ്മിറ്റിയുടെ മുമ്പാകെ ഡിപ്പോസ് ചെയ്യാൻ പോലും സ്ത്രീകൾക്ക് ധൈര്യമില്ലാതിരുന്നത് അവർ അത്രയും ഇൻസെക്യൂർ ആണെന്നുള്ളത് കൊണ്ടാണ്. അത്രയും ഇൻസെക്യൂർ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് സ്ത്രീകൾ നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് അപ്പുറത്തിരിക്കുന്ന ആള് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ MLA ആയിക്കൊണ്ട് MP സ്ഥാനാർത്ഥിയായിരുന്നുകൊണ്ട് AMMയിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആളായിരുന്നുകൊണ്ട് അതേ സ്ഥാനങ്ങളിൽ തുടരുക എന്നുള്ളത് കൃത്യമായ നീതി നിഷേധമാണ്. കാരണം ഇതൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അല്ലല്ലോ. അരുൺകുമാറും പ്രേംകുമാറും തമ്മിലുള്ളൊരു കേസ് പോലെയല്ല. ജ്യോതികുമാർ ചാമക്കാലയും മുകേഷും തമ്മിൽ അല്ല കേസ്. അവിടെ നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിൽ നിന്ന്, സ്ത്രീകളിൽ നിന്ന് എല്ലാവിധ ബുദ്ധിമുട്ടുകളും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കൂട്ടം, WCC എന്ന് പറഞ്ഞ ഒരു കളക്റ്റീവ്, ഒരു സംഘടന പോലും അല്ല, അത് ഒരു പിരമിഡൽ സ്ട്രക്ചറുള്ള സംഘടന പോലും അല്ല, ഒരു കളക്റ്റീവും അതിനോട് ചേർന്ന് നിന്ന് കുറെ ആളുകൾ നൽകിയ ബലം, ഏറ്റവും ഒടുവിൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ റീഅഷുറൻസും അപ്പോൾ ഉണ്ടാകുന്ന വെളിപ്പെടുത്തലുകളാണ്. അപ്പം അങ്ങനെ വെളിപ്പെട്ട ആളുകൾക്ക് അവരുടെ നിയമ പോരാട്ടം, ധാർമ്മികമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സകല സൗകര്യങ്ങളും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഈ ഒരു വിക്ടിം നിങ്ങളുടെ TV തന്നെ പറയുന്നത് കേട്ടു, പൂങ്കുഴലി IPS മാഡം എന്നെ വിളിച്ചു, പരാതി പറയൂ എന്ന് പറഞ്ഞു, പോലീസ് പ്രൊട്ടക്ഷൻ വേണമോ എന്ന് ചോദിച്ചു. ഇതാണ് ആദ്യത്തെ ദിവസം സജി ചെറിയാൻ മിനിസ്റ്റർ പറഞ്ഞതിൽ നിന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിന്റെ വ്യത്യാസം. പരാതി ഉണ്ടെങ്കിൽ തരൂ, അപ്പോ നോക്കാമെന്നല്ല, പരാതിയുടെ സൂചനയുണ്ടെങ്കിൽ പോലീസ് അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ ധൈര്യമായി പരാതി തരൂ, വി ആർ വിത്ത് യു എന്ന് പറയണം. ആ പ്രോസസ്സിന് തടസ്സമാണ് മുകേഷ് എന്നുള്ള MLA സർക്കാരിന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതേപോലെ പ്രാഥമിക അന്വേഷണം നടത്താനും ഇതേപോലെ ഈ മൊഴികൾ നൽകിയവരുടെ പേര് വിവരമില്ലെങ്കിലും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് അന്വേഷിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് മറുവാദം. ഒരു കാര്യം നേരത്തെ പ്രേംകുമാർ പറഞ്ഞല്ലോ, അതിൽ കൊടിയുടെ നിറമൊന്നും ഇതിനകത്ത് ഡിഫൻസ് വരില്ല. ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ദൃശ്യം കൂടി ഞാൻ പ്രേംകുമാറിനെയും ജ്യോതികുമാർ ചാമക്കാലയും കാണിക്കാം. നേരത്തെ മുകേഷ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ ന്യായീകരണത്തിന് ഇടതുകൊടിയുടെ പശ്ചാത്തലമുണ്ടായിരുന്നു. ആ കൊടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ന്യായീകരണത്തിൽ നിന്ന് അദ്ദേഹം ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചിരുന്നതാണ് പ്രതിരോധമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉയർത്തിയിരുന്നത് അല്പസമയം മുമ്പ് വരെ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അല്പസമയം മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ചെങ്കൊടി ഒഴിവായിട്ടുണ്ട്. ചെങ്കൊടി ഒഴിവാക്കിയാണ് അദ്ദേഹം ആ ന്യായീകരണത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നൽകുന്നത്. ഞങ്ങൾക്കൊപ്പം ദിലീപ് ദേവസി കൂടി ചേരുന്നുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. ദിലീപ് ദേവസ്യ, ചെങ്കൊടി ഒഴിവാക്കി, അതായത് പാർട്ടി പ്രതിരോധം വേണ്ട എന്ന് മുകേഷിന് മുകളിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഈ വിഷയത്തിൽ ചെങ്കൊടിയെ പശ്ചാത്തലത്തിൽ നിന്ന് മാറ്റി ന്യായീകരണം സ്വന്തം ഫോട്ടോയിലാക്കിയത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമെങ്കിൽ കരുതും. കാരണം അല്പം മുമ്പ്, അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം രൂക്ഷ വിമർശനം മുകേഷ് നേരിട്ടിരുന്നു. അതായത് മുകേഷിനെതിരെയുള്ള പരാതി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നു എന്നുള്ള തരത്തിലായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ വിമർശനം. അതിൽ വിമർശനത്തിൽ കൂടാതെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, അന്വേഷണം സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ ഫേസ്ബുക്ക് കമൻറ്റിലും മുകേഷ് പറഞ്ഞിരിക്കുന്നത്, അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ മുകേഷ് പോസ്റ്റ് ചെയ്ത്
ചെയ്തിരിക്കുന്നത് ഒരു കടലിൽ ബോട്ടിൽ ഇരുന്നു കൊണ്ട് കൊടി പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു മുകേഷ് പോസ്റ്റ് ചെയ്തത്. പക്ഷേ വിമർശനങ്ങളും നെഗറ്റീവ് കമൻറ്റുകളെല്ലാം വന്നതിനെ തുടർന്ന് മുകേഷ് ഇപ്പോൾ ആ ഫോട്ടോ മാറ്റി അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫോട്ടോ വെച്ചിരിക്കുന്നു. അതിന് പിന്നിൽ ഒരുപക്ഷെ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ സമ്മർദ്ദത്തിൽ ഒരുപക്ഷെ വഴങ്ങിക്കൊണ്ട് ഇതായിരിക്കാം ഇത്തരത്തിൽ പോസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഫോട്ടോ മാറ്റി അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫോട്ടോ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ആ ഫോട്ടോ ഒരുപാട് അർത്ഥങ്ങൾ വേണമെങ്കിൽ പറയാം. നേരത്തെ പാർട്ടി എല്ലാം തന്നെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സിഗ്നലാണ് ആ കൊടി പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏകനായി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അരുൺകുമാർ പോസ്റ്റ്. ഒരു വാചകത്തിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്പസമയം മുമ്പ് വരെ, ഏകദേശം 3 മണിക്കൂർ മുമ്പ് വരെ അദ്ദേഹം കൊടിയുടെ പശ്ചാത്തലമായിരുന്നു, കൊടി മാറ്റി ചിരിക്കുന്ന ഫോട്ടോയായി. എന്തിന്റെ സൂചനയാണ് പ്രേംകുമാർ? എന്തായിരുന്നാലും ഓക്കെ, നിങ്ങളുടെ സെമിയോട്ടിക് റീഡിംഗ് ഗംഭീരമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് രഞ്ജിത്തെ പോലെ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ സിനിമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് ഇന്നോവയിൽ നിന്ന് എന്താ പറയുക ചുവന്ന ബോർഡ് മാറ്റുക, എന്നിട്ട് ആ കാറ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വീഡിയോ എടുത്ത് മീഡിയയ്ക്ക് കൊടുക്കുക, അതിനുശേഷം പിറ്റന്നാൾ എന്താ പറയുക റിസൈൻ ചെയ്യുക, മീഡിയയെ എനിക്ക് കാണേണ്ടതില്ല മംഗലശ്ശേരി നീലകണ്ഠനെ എന്ന് പ്രസ്താവന ഇറക്കുക. ഇതേ ലൈനിൽ തന്നെയാണ് മുകേഷും പോകുന്നത്. എങ്കിലത് ആശ്വാസമാണ്. കേരളത്തിൽ ഇടതിനൊപ്പം നിൽക്കുന്ന ലക്ഷക്കണക്കിന് മനസ്സുകൾക്ക് ആശ്വാസമുണ്ട് ഒരു ഫോട്ടോ ചേഞ്ചിങ് ആണിത് എന്ന് പറയാൻ തന്നെയാണ്. രാജിയിലേക്കുള്ള സൂചനകളാണോ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നുള്ള കൊടിമാറ്റം? അല്ല, അവിടെയാണ് അരുണിനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. രാവിലെ തന്നെ പരാതിക്കാർ അല്ലെങ്കിൽ ഇതിന് പീഡിതർ പരാതി കൊടുത്തിട്ട് ഇതുവരെ FIR ഇട്ടിട്ടില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മീറ്റിംഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ FIR ഇടാൻ പോലും താമസം ഉണ്ടാകുന്നു. ഏതായാലും പ്രേംകുമാറിൻ്റെ വാദഗതികൾ ശരിയാണെങ്കിൽ അത് ജനാധിപത്യ കേരളത്തിന് ഭൂഷണമാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ വീണ്ടും അദ്ദേഹം പറയുന്നു ഇതൊന്നും പറയേണ്ടതില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു ഒറ്റ കാര്യം മാത്രം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ ഇവിടെ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാമല്ലോ. ഏറ്റവും അവസാനം ആ കമ്മീഷൻ റിപ്പോർട്ടിൽ CBI എൻക്വയറി എവിടെ എത്തി നിൽക്കുന്നത്? ആ CBI എൻക്വയറിയിൽ പറഞ്ഞിരിക്കുന്നത് ഗണേഷ് കുമാറിൻ്റെ അഥവാ ആ വിവാദ നായികയിൽ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിക്ക് ഒരു കുട്ടിയുണ്ട് എന്ന് മാത്രമാണ് CBI എൻക്വയറിയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ഈ ഒരു അവസരത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഏതായാലും അങ്ങനെയുള്ളവരുടെ പേര് പോലും ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കെ ആ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ടാണ് അവരെ പോലും മന്ത്രിസഭയിൽ എടുത്തതെന്ന് ഇത്തരണത്തിൽ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ പ്രേംകുമാറെ? അങ്ങനെ ആ റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ ആത്മയുടെ പ്രസിഡൻ്റാണ് എന്ന്, അതുപോലെ അവസരം നിഷേധിച്ചു എന്നും സീരിയലിൽ ഉൾപ്പെടെ അവസരം നിഷേധിച്ചു എന്നും അത് ആത്മയുടെ പ്രസിഡൻ്റാണെന്നും ആത്മയുടെ പ്രസിഡൻ്റ് ഒരു നടൻ കൂടിയാണെന്നും കൃത്യമായി ആരാണെന്ന് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള റിപ്പോർട്ടുകളിരിക്കെ അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് എടുത്തുന്നേ. MLA ആയിരുന്ന അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തു. അവിടെയാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ മുകേഷിനെ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നു. അവിടെ പാർട്ടിയുടെ നിലപാട് കൊടിയെടുത്തപ്പോൾ പിന്നെ എങ്ങനെയാണ് മുകേഷ് കൊടിയെടുക്കാതിരിക്കുക? മുകേഷ് കൊടിയെടുത്തതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് മുകേഷിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ ശ്രമിച്ചപ്പോൾ ആ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് കരുതുകയും ആ ചെങ്കൊടി എടുക്കുകയും സ്വാഭാവികമാണ്. പോസ്റ്റിന് താഴെ വന്ന കമന്റുകളൊക്കെ കുറച്ച് വായിച്ചു നോക്കുകയായിരുന്നു. ആ കമന്റുകൾ അസഹ്യമായി. അത് ഇട്ടിരിക്കുന്നതിൽ പലതും ഇടതുപക്ഷക്കാരാണ്. അങ്ങനെ ഒരു ബോധ്യം ആ ഇടതുപക്ഷത്തെ അണികൾക്കുണ്ട്. ആ അണികളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റുകൾ കൂടി കണ്ടുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മാറ്റിയത്. ജില്ലാ സെക്രട്ടേറിയറ്റിലും കടുത്ത വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേരത്തെ കോൺഗ്രസിലെ MLA അങ്ങനെ പ്രതിഷേധം ഇതേപോലെ കുടുങ്ങുന്ന സമയത്ത് ഇത്ര വലിയ പ്രതിഷേധമൊന്നും പാർട്ടിക്കുള്ളിൽ നിന്നും വലിയ രീതിയിൽ കണ്ടില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടായില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ ഏത് ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള കേസിലേക്ക് പെട്ടിട്ടുള്ളതെന്ന് ശ്രീ M. വിൻസെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയെക്കുറിച്ചും നമുക്ക് നല്ല ബോധ്യമുണ്ട്. അത് കേരളീയ സമൂഹത്തിനും ബോധ്യമുണ്ട്. അതിനകത്തുള്ള രാഷ്ട്രീയമായ ഇടപെടൽ എത്രത്തോളം ഉണ്ടെന്നും ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും അന്നും ഞങ്ങൾ ഈ നിയമ നടപടിയുമായി ചോദിച്ച ചോദ്യത്തിന് പ്രേംകുമാർ ഈ സോളാർ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഗണേഷ് കുമാറിലേക്ക് എത്തേണ്ടി വരുന്നത്. രഞ്ജിത്ത്, സിദ്ദിഖ്, മുകേഷ്, അടുത്തത് KB ഗണേഷ് കുമാറിലേക്കാണോ? ഓൾ ഔട്ട് ആവുന്ന സീനാണോ പ്രേംകുമാർ? അല്ല, ഈ ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായൊരു കഷ്ടപ്പാടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സോളാർ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇദ്ദേഹം UDFൻ്റെ കൂടെ ആയിരുന്നു. അതിൽ വന്ന കേസും കാര്യങ്ങളുടെയും പേരിലാണ് ഇപ്പോൾ ഇത് എവിടെ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുക, ക്ലിയർ ചെയ്യുക എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. കാരണം UDFൻ്റെ കൂടെ നിൽക്കുമ്പോൾ കുറേ വൃത്തികേടുകൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരാൾ LDFൽ വന്നാൽ ആ വന്ന ദിവസം മുതലുള്ള സാധനങ്ങൾക്ക് ഈ പാർട്ടിക്ക് മുന്നണിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ, പഴയതിനുണ്ടാവും എന്നൊക്കെ ഉള്ളത് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും കൂടെ തന്നെ ഇതിന് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യമാണ്. എന്തായിരുന്നാലും ഭാഗം പറയാനോ
എല്ലാമാണ് ജ്യോതികുമാർ. മന്ത്രിയാക്കുന്നതും പാർട്ടിയിലാക്കുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ഉത്തരവാദിത്തത്തിനേക്കാൾ വലിയ സംഭവമൊന്നുമല്ല മന്ത്രി എന്നുള്ളത്, അല്ലെ MLA എന്നുള്ളതിനേക്കാൾ വളരെ വലിയ സംഭവമല്ല. ഇത് ഇൻഡിവിജ്വലായിട്ട് ഒരു മെസ്സേജ് ഉണ്ട്. ആ റിപ്പോർട്ടിൽ ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ പേര് പ്രതിപാദിച്ചിരിക്കെ അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അദ്ദേഹം MLA കൂടുതലാണോ മന്ത്രി എന്നുള്ളത് അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. സമയം വേണ്ട, നമുക്ക് ഒരു ദിവസം 2 ചർച്ചകൾ ഇപ്പൊ ഇന്നിപ്പോ അമ്മയും മുകേഷും നമ്മൾ എവിടെ വെച്ച് ചർച്ച ചെയ്യും? ഞങ്ങൾക്കും ഈ ബ്രേക്കിംഗ് അവേഴ്സ് കൊടുക്കുമ്പോ ആകെ 10 ഹെഡ്ലൈനൊക്കെ ഇടാൻ പറ്റും. അല്ല, ഇനി ദിവസം സുരേഷ് ഗോപി പറഞ്ഞത് തീറ്റയാണ്. അങ്ങനെ കണക്കാക്കല്ലേ. കാര്യം ഈ വാർത്തകൾ പുറത്തു വരുന്നതും സുരേഷ് ഗോപിയോടുള്ള ഞങ്ങളുടെ വിയോജിപ്പ് ഈ സഹപ്രവർത്തകരുടെ തീറ്റയായി കാണുന്ന മാനസികാവസ്ഥയ്ക്ക് മറ്റെന്തോ പേരാണ്. പറഞ്ഞോളൂ ജ്യോതി. അതെ 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 അവിടെ മാധ്യമപ്രവർത്തകരെ അങ്ങനെ അവരുടെ തൊഴിൽ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ, മാധ്യമപ്രവർത്തകരെ അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി അവരുടെ തൊഴിലിടത്തെ സംബന്ധിച്ച് ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ടതില്ലേ? അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് സിനിമയില്ലാതെ മുന്നോട്ട് പോകാനാകില്ല. അദ്ദേഹത്തിന് സാമ്പത്തികമല്ലേ പ്രധാനം? അദ്ദേഹത്തിന്റെ തീറ്റയല്ലേ സിനിമ? ആ തീറ്റയെ കുറിച്ചല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ അദ്ദേഹം അസ്വസ്ഥനാകുന്നത് സ്വാഭാവികമായ ഒരു ചോദ്യം വരില്ലേ? താങ്ക് യു ജ്യോതി. അത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. അതിൽ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു ജ്യോതി, താങ്ക് യു പ്രേംകുമാർ. എനിക്കൊന്ന് അനൂപിലേക്ക് പോകണം. അനൂപ്, ഇന്നിപ്പോൾ AMMയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ രാജിവാർത്തയാണ് വന്നത്. താങ്കളുടെ പ്രതികരണം ഞാൻ കേൾക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ AMMയിൽ എന്താണ് സംഭവിച്ചത്? ഷമ്മി തിലകൻ പറഞ്ഞത് ഇത് ഉത്തരം മുട്ടിയപ്പോൾ സംഭവിച്ചതാണ് എന്നാണ്. ചിലർ പറയുന്നത് ഇതൊരു ഒളിച്ചോട്ടമാണ് എന്നാണ്. മറ്റു ചിലർ പറയുന്നത് മോഹൻലാൽ അടക്കമുള്ളവർക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ AMMയെ പ്രതിനിധീകരിച്ചു വന്ന് ചോദ്യം നേരിടുന്നതിനുള്ള ഭയമാണ് എന്നാണ്. താങ്കൾ എന്താണ് കണക്കാക്കുന്നത് അനൂപ്? ഇത് എനിക്കും വളരെ സംശയമാണ് തോന്നിയത്. കാര്യം ഇന്ന് അയച്ചിരിക്കുന്ന ഓരോ അംഗങ്ങൾക്കും കിട്ടിയിരിക്കുന്ന കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ലൈംഗിക ആരോപണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഏറ്റെടുക്കേണ്ട ആവശ്യം അമ്മയ്ക്ക് എന്താണ്? ലൈംഗിക ആരോപണത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഉൾപ്പെട്ടിട്ടുള്ളവർക്കാണ്, അമ്മയ്ക്കല്ല. അമ്മ എന്തിനാണ് ഇങ്ങനെ കൂട്ടുരാജി വെച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാര്യം ഉത്തരവാദിത്തപ്പെട്ടൊരു ജനറൽ ബോഡി അധികാരത്തിലേറ്റിയ ഒരു രാജി 1-2 പേർക്കെതിരെ വന്ന ലൈംഗികാരോപണത്തിന്റെ പേരിൽ ആ ഒരു ഭരണസമിതി തന്നെ പിരിച്ചുവിടുക ഇത് ലോകത്തെങ്ങും കേട്ടുകേൾവിയില്ലാത്തതാണ്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല. കേട്ടുകേൾവിയില്ലാത്തതാണ് എന്ന് താങ്കളെപ്പോലെ പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് ഈ 1-2 പേർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്. പക്ഷേ തങ്ങൾക്കെതിരെയും ആരോപണം വന്നേക്കാം എന്ന സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണോ ഈ രാജി? അത് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയല്ല. കുറ്റാരോപിതരായവർ അല്ലെങ്കിൽ കുറ്റകൃത്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ ഇതുപോലത്തെ ഒരു സാംസ്കാരിക സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ ആഗ്രഹിക്കരുത്. അവർ മാറി നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ മാറി നിൽക്കണം. അത്തരം കുറ്റാരോപിതരും അല്ലെങ്കിൽ ഇതുപോലത്തെ മാനസികാവസ്ഥയുള്ള ആൾക്കാരും വൺ സൈഡ് ജയിച്ചു പോകരുത് എന്നൊറ്റ ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇത്തവണ ഈ അമ്മ അസോസിയേഷന്റെ ഇലക്ഷനെ ഇത്രയും ശക്തിപ്പെടുത്തിയത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൂടെ ചേർത്തുകൊണ്ട് കുക്കു പരമേശ്വരനെ ജനറൽ സെക്രട്ടറിയായും ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റായും ഞാൻ ജോയിന്റ് സെക്രട്ടറിയുമായൊക്കെ മത്സര രംഗത്തേക്ക് വരുന്നത്. കാര്യം വൺ സൈഡ് ജയിച്ചു പോയാൽ പിന്നെ അവരവരുടേതായ ഒരുപാട് തോന്നിയവാസങ്ങൾക്ക് ഈ അമ്മ അസോസിയേഷൻ ഒരു വേദിയാകും. അങ്ങനെ ആകാൻ പാടില്ല. അഥവാ ജയിക്കുകയാണെങ്കിൽ തന്നെ മുഴുവൻ അംഗങ്ങളോടും വോട്ടഭ്യർത്ഥിച്ച് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചോളാം എന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാവണം. അതൊരു പരിധിവരെ നമ്മൾ വിജയിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിനോടനുബന്ധമായി വന്ന ഇത്തരം ചില കാര്യങ്ങൾ ആരോപിതരായ ആൾക്കാർ മാറി നിന്നാൽ മതിയായിരുന്നു. അതിനിങ്ങനെ കാര്യം ഇനിയൊരു ജനറൽ ബോഡി വെക്കുക, ആ ജനറൽ ബോഡിയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക,
ആ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് പുതിയ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുവരിക. അനൂപ്, ഞാൻ തെരഞ്ഞെടുപ്പ് ചോദിക്കട്ടെ. ഈ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞല്ലോ, അനൂപിനും കുക്കു പരമേശ്വരനും ജയൻ ചേർത്തലയ്ക്കും ഒപ്പം എത്ര പേരുണ്ടായിരുന്നു? മൊത്തം 506 അംഗങ്ങളല്ലേ നിങ്ങൾ? ആ 506 അംഗങ്ങളിൽ എത്ര പേരാണ് ഒരു ബദൽ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്, ഈ മത്സരിക്കാൻ തയ്യാറായി വന്നത്, അഥവാ നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത്? ബദൽ ഗ്രൂപ്പ് എന്നല്ല, നമ്മുടെ അങ്ങനെ ഞങ്ങളുടെ പക്ഷം അവരുടെ പക്ഷമൊന്നല്ല. ഇപ്രാവശ്യം ഇടവേള ബാബു അദ്ദേഹം മത്സരിക്കുന്നില്ല. അതുകൊണ്ട് പ്രസിഡന്റായ ലാലേട്ടൻ തീരുമാനിച്ചു, ഇനി ഒഫീഷ്യൽ പാനൽ എന്ന് പറയുന്ന ഒരു പാനൽ നമുക്ക് വേണ്ട. സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. എല്ലാ പ്രാവശ്യവും ഒഫീഷ്യൽ പാനൽ എന്ന് പറഞ്ഞൊരു പാനൽ അങ്ങോട്ട് വയ്ക്കും. അതിനെതിരെ ആര് മത്സരിച്ചാലും മണിയമ്പിള്ള രാജചേട്ടൻ മാത്രമാണ് അത് മത്സരിച്ച് മറികടന്നൊരാൾ മണിയമ്പിള്ള രാജചേട്ടൻ മാത്രമാണ്. ബാക്കി ഒഫീഷ്യൽ പാനൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഒഫീഷ്യൽ പാനൽ അങ്ങ് ജയിക്കുകയാണ് പതിവ്. ആ ഒഫീഷ്യൽ പാനലില്ല. ആയിരിക്കുമോ ഈ ഹേമ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പവർ ഗ്രൂപ്പിൽപ്പെട്ടവർ? അങ്ങനെയല്ല, ഇതിനകത്ത് പവർ ഗ്രൂപ്പ് അങ്ങനെയല്ല ഇതിനകത്ത് വരിക. ഇത് ഒഫീഷ്യൽ പാനൽ എന്ന് പറയുന്ന ഒരു പാനൽ ഇവർ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ പറയാം, ഇത്തവണ ഒഫീഷ്യൽ പാനൽ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാവരും മത്സര രംഗത്തേക്ക് തയ്യാറായി. എല്ലാവരും എല്ലാത്തിലേക്കും കൊടുത്തു. ലാലേട്ടനെതിരെ ഒരു മത്സരം ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഭയന്നിട്ടോ മറ്റൊന്നും കൊണ്ടോ അല്ല. ഈ അമ്മ അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘടന ഇങ്ങനെ നടന്നു പോകണമെന്നും നിരാലംബരായി കാലിടറി വീണുപോയവരെ കൈത്താങ്ങായി പിടിച്ചു കൂടെ നിർത്തണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു നല്ല കരുണയുള്ളൊരു മനസ്സ് ഒരു പക്ഷേ അമ്മ അസോസിയേഷനിൽ അദ്ദേഹത്തിന് മാത്രമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ടാണ് ഈ സംഘടന ഇങ്ങനെ നിലനിന്ന് പോണത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ മത്സരം വന്ന സമയത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊടുത്ത നോമിനേഷൻ ഞങ്ങളെല്ലാം നിരുപാധികം പിൻവലിക്കാനുണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അമ്മ അസോസിയേഷന്റെ മീറ്റിംഗ് സമയത്ത് അദ്ദേഹം ഗുജറാത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അവിടുന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്താണ് അദ്ദേഹം ഇവിടെ മീറ്റിംഗിന് വന്നത്. വേണമെങ്കിൽ ഒരു കത്ത് എഴുതി കൊടുത്താൽ മതിയായിരുന്നു. ഇത്തോടെ ഷൂട്ടിങ്ങിന് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനിൽ നേരത്തെ ഡേറ്റ് കൊടുത്തു പോയി. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ജയിച്ചു വരിക. പാനൽ നമ്മൾ ഇപ്രാവശ്യം ഒരു തീരുമാനമെടുക്കാൻ ജനറൽ ബോഡി കൂടുമ്പോൾ ജനറൽ ബോഡിയെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, വോട്ടിന് എല്ലാവർക്കും എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്കൊക്കെ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ ഉള്ളൊരു സംവിധാനം ചെയ്യണം എന്ന് നമ്മൾ കൃത്യമായി ഒരു സജഷൻ വന്നത്, അമ്മയുടെ തലപ്പത്തേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത വരുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ വനിതകളാൽ നയിക്കപ്പെടുന്ന AMMയെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇതാണല്ലോ അരുൺ മാഷെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. അമ്മ അസോസിയേഷന്റെ തലപ്പത്ത് ഒരമ്മ തന്നെ ഇരിക്കുമ്പോഴല്ലേ ഒരു അലങ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കുക്കു പരമേശ്വരനെ കൊണ്ടുവരുന്നത്. മനസ്സിലായി. ഇനി ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഹലോ, കൂടുതൽ ആരോപണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അനൂപേ ഈ AMMയിലെ മറ്റ് സഹപ്രവർത്തകരുടെ നേർക്ക്? ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനകത്ത് ഈ ഒരു ആരോപണം ഉന്നയിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു അതിന്റെ ഒരു മൂർച്ച കുറച്ചു കളയാനായിട്ട് പിന്നെ മാലപ്പടക്കം പോലെ തുരുതുര ആരോപണങ്ങൾ വന്നാൽ ഈ യഥാർത്ഥമായുള്ളതും അയഥാർത്ഥ്യമായതും എല്ലാം കൂടെ കൂടിക്കലങ്ങി നമുക്കിതിനെ കള്ളനെയും വെള്ളിയും തിരിച്ചറിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നവർ കൃത്യമായി മനസ്സിലാക്കുക, അവരനുഭവിച്ച വേദനയ്ക്കും അവരനുഭവിച്ച സങ്കടത്തിനും ഉള്ള ഒരു അതിനൊരു പരിഹാരമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ആരോപണം ശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അനൂപ്, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് അനൂപ് ഇപ്പോൾ നടത്തിയത്. ഇത് നാളെ മുതൽ TV ചാനൽ സ്ക്രീൻ സ്പേസ് ഉപയോഗിക്കുന്ന എല്ലാ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകളോടുമുള്ള തങ്ങളുടെ അഭ്യർത്ഥനയാണ്. മാലപ്പടക്കം പോലെ ഇന്ന് 12ഓളം അഭ്യർത്ഥനകളാണ് എൻ്റെ മാത്രം മൊബൈൽ ഫോണിൽ കിട്ടിയത്. അതിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരെണ്ണം മാത്രമാണ് അതിൽ കഴമ്പുള്ളതായി മനസ്സിലാക്കിയത്. ബാക്കിയൊക്കെ വ്യക്തി താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയുള്ള ആരോപണങ്ങളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനൂപ്, അങ്ങനെ സംഭവിക്കുന്നുണ്ട്.
പ്രേക്ഷകർ കരുതുന്ന പോലെ വരുന്ന എല്ലാ വെളിപ്പെടുത്തലുകളും നമ്മൾ കൊടുക്കുന്നതല്ല. പക്ഷേ വെളിപ്പെടുത്തലുകൾ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുക. നമ്മൾ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് കൊടുക്കുക. പലപ്പോഴും ആ ചോദ്യങ്ങൾ നേരിടാൻ കഴിയാതെ അവർ പോകുന്നതാണ് കണ്ടത്. താങ്ക് യു അനൂപ്. അനൂപ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താങ്ക് യു അനൂപ്. താങ്ക് യു പ്രേംകുമാർ. താങ്ക് യു ജ്യോതികുമാർ ചാമക്കാല. ഷമി തിലകൻ നമുക്കൊപ്പം ചേരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവസാന നിമിഷം ഒരു അസൗകര്യം വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.